ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴ തോരും മുമ്പ് സീരിയലിന്റെ ഒരു പ്രൊമോയിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകില്ല കേട്ടോ. അപ്പൊ നമ്മുടെ അലീനയുടെയും അതുപോലെ തന്നെ നമ്മുടെ മനുശങ്കറിന്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് അലീന പടിയിറങ്ങാൻ പോവുകയാണോ എന്നൊക്കെ ഉള്ളതിന്റെ പുതിയ വിശേഷങ്ങൾ കേൾക്കാം. അപ്പോ ഈ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു പ്രൊമോയില് നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബാലചന്ദ്രൻ ഒരു യാത്ര പോവുകയാണ് നമ്മുടെ ഗോവർദ്ധനെയും കൂട്ടിക്കൊണ്ട്. നീലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോണത്. അവിടെ പോയിട്ട് നമ്മുടെ ഗംഗാധരനെയൊക്കെ കണ്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അലീനയുടെ അച്ഛൻ സ്റ്റാൻലി, അതിന്റെ ഒരു പ്രൊമോ ഒക്കെ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഏഷ്യാനെറ്റിൽ. കാരണം സ്റ്റാൻലി ആരാണെന്നും, സ്റ്റാൻലി ഒരു വലിയ വീട്ടിലൊരു ഒരു മിലിറ്ററി ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ പട്ടികളും മറ്റുമൊക്കെ ആയിട്ട് ഒരു വലിയ വീട്ടിലെ ആളാണ് ഈ സ്റ്റാൻലി. അപ്പൊ സ്റ്റാൻലിയാണ് നമ്മുടെ അലീനയുടെ അച്ഛൻ. അപ്പൊ അലീന ഇവിടെ നിന്ന് പടി ഇറങ്ങുകയാണെങ്കിൽ അലീനയെ നല്ല ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ സുരക്ഷിതമായ കൈകളിൽ തന്നെ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ തന്നെയാണ് സ്റ്റാൻലിയെ തേടി നമ്മുടെ ബാലചന്ദ്രൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മുടെ വൈജയന്തി ഒരു ദിവസം രാവിലെ കൈതക്കൽ വീട്ടിൽ എഴുന്നേൽക്കുകയാണ്. അപ്പൊ എഴുന്നേറ്റ് ചെന്ന് നേരെ ഡൈനിങ് ടേബിളിലൊക്കെ ചെന്നു. അപ്പൊ നോക്കിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം വൈജ വിചാരിച്ചു അതെന്താ ഇന്ന് കമലേട്ടത്തി ഇവിടെ ഇല്ലേ. അപ്പൊ കിച്ചണിൽ ചെല്ലാണ്. കിച്ചണിൽ ചെന്ന് എല്ലാം തുറന്നു നോക്കിയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ നമ്മുടെ വൈജ നേരെ കമലേട്ടത്തിന്റെ റൂമിൽ പോവാണ്. അപ്പൊ ചെന്നപ്പോ കമല അവിടെ കട്ടിലിൽ തന്നെ അങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. അല്ല, എന്തു പറ്റിയ കമലേട്ടത്തി, ഇന്ന് കിച്ചണിലോട്ടൊന്നും കേറിയിട്ടില്ല എന്ന് തോന്നുന്നു. ഓ, എന്ത് പറയാനാ വൈജെ, എനിക്ക് തീരെ പാടില്ല, കാലും കയ്യും ഒക്കെ ഭയങ്കര വേദന, എന്ത് ചെയ്യാനാ. അല്ല, അപ്പോ അമ്മയുടെ കാര്യങ്ങളൊക്കെയോ? എനിക്കറിയില്ല എന്താ ചെയ്യണേ. അതെ, നമ്മള് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവാസം അനുഷ്ഠിക്കണോ. ഇന്ന് എല്ലാരും അങ്ങോട്ട് ഉപവസിച്ചോ, അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോഴേക്കും വൈജയ്ക്ക് മനസ്സിലായി ഇത് എനിക്കിട്ടുള്ള പണിയാണെന്ന്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മുട്ടുമടക്കി പോണം എന്നതാണ് കമലേട്ടത്തിയുടെ ഉദ്ദേശം എന്നുള്ളത് വൈജയ്ക്ക് മനസ്സിലാവേണം കേട്ടോ. അങ്ങനെ നമ്മുടെ വൈജയന്തി എന്ത് ചെയ്തു, കമലയെ വെട്ടണ ആളല്ലേ വൈജ. വൈജ പറഞ്ഞു അത് സാരമില്ല, ഒരു കാര്യം ചെയ്യ, കമലേട്ടത്തെ ഒരു കാര്യം ചെയ്യുക, ഗാന്ധിജിയെ പോലെ തന്നെ ഉപവസിച്ച് വന്നോളൂ. എനിക്ക് എന്തായാലും പറ്റില്ല, ഞാൻ എന്തായാലും ഫുഡ് ഓർഡർ ചെയ്യോ അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കോ എന്തെങ്കിലും ചെയ്യാം. നമ്മുടെ ശിവശങ്കരനില്ല കേട്ടോ, ശിവശങ്കരൻ രാവിലെ തന്നെ എന്തോ ഒരു ആവശ്യമായിട്ട് നമ്മുടെ ഹരിയുടെ ആവശ്യമായിട്ട് പുറത്തോട്ട് പോയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വൈജ നോക്കി ഇനിയിപ്പോ ഫുഡൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട, അപ്പൊ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാന്നുള്ള രീതിയിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മുടെ വൈജയന്തി നേരെ നമ്മുടെ സൗദാമിനി അമ്മയുടെ റൂമിലോട്ട് പോവാണ്. അപ്പോ സൗദാമിനി അമ്മ ചോദിച്ചു, അല്ല വൈജയ്, നീ ഇവിടെ തന്നെ അങ്ങ് നിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണോ? അപ്പൊ പറഞ്ഞു, പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാ, ഇത് എന്റെയും കൂടെ വീടല്ലേ, എനിക്കും കൂടെ അവകാശമുള്ള വീടല്ലേ എന്നിങ്ങനെ വൈജ പറഞ്ഞു കേട്ടോ. അല്ല, നീ നിന്റെ മക്കളെയും ഭർത്താവിനെയും നിന്റെ കുടുംബവും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണോ നിൽക്കുന്നത്? നിന്റെ തോന്നിവാസം തന്നെ നടക്കട്ടെ. അതെ, ആ ഒരുമ്പിട്ടവൾ ആ വീട്ടിൽ നിന്ന് കാലെടുത്ത് വെച്ച് പുറത്തോട്ട് ഇറങ്ങോ, അന്നല്ലാണ്ട് ഈ വൈജയന്തി നെടുമ്പുരയ്ക്കൽ വീട്ടിൽ കാലുകുത്തില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പൊ സൗദാമിനി അമ്മ പറഞ്ഞു, നിന്നോട് പറഞ്ഞ് ജയിക്കാൻ ഞാൻ ആളല്ല. നീ എടുക്കുന്ന തീരുമാനങ്ങള് ഒരു കാലത്ത് നിനക്കത് മനസ്സിലാവും. നീ എടുത്ത തീരുമാനത്തിന്റെ ശരിയും തെറ്റും എന്താണെന്ന് നീ തിരിച്ചറിയും എന്നൊക്കെ ഇങ്ങനെ സൗദാമിനി അമ്മ പറയുന്നുണ്ട്. എന്റെ വൈജ പറഞ്ഞു, അമ്മയുടെ ഉപദേശം കേൾക്കാനായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ, ഇന്നെന്തായാലും പട്ടിണിയാ. അപ്പം സൗദാമിനി അമ്മ ചോദിക്കും, അല്ല അതെന്നാ കമല ഇന്നൊന്നും ഉണ്ടാക്കില്ലേ? കമലേട്ടത്തി പുതിയ ഐഡിയ ഒക്കെ ആയിട്ട് വന്നേക്കാ. അതായത് ഫുഡ് ഉണ്ടാക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പതുക്കെ പത്തി മണിക്ക് പോവുമല്ലോ, പക്ഷെ ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്ക് സൗദാമിനി അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ എനിക്ക് വെച്ച് കാലാക്കി തരണേന് ഞാൻ അവളെ വായിരിക്കുന്ന കേട്ടോണ്ടിരിക്കുകയാണ്. ഇനി നീയും കൂടെ ഇവിടെ നിന്ന് എന്റെ കഞ്ഞൂടി കൂടെ മുട്ടിക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ ആരുടെയും കഞ്ഞൂടി മുട്ടിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഇങ്ങനെയാണ് നിലപാടെങ്കിൽ ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് പോവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വൈജയന്തി പതുക്കെ അവിടെ നിന്ന് പോകണം കേട്ടോ. ഇതേ സമയം നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടില് നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ നീലാംബരിക്ക് പോവാനൊക്കെ ആയിട്ട് യാത്ര റെഡി ആയിട്ട് വെളിന്ന് വരെയാണ്. അപ്പൊ നമ്മുടെ ഗോവർദ്ധനം കാറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കാറിൽ അവര് ഒരു 3-4 ദിവസത്തെ യാത്ര ഉണ്ടാകും. പക്ഷെ എങ്ങോട്ടാണ് എന്താണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. 3-4 ദിവസത്തെ ബിസിനസ് ടൂർ ആയിട്ടാണ് പറഞ്ഞത്.
അപ്പൊ നമ്മുടെ അലീനയ്ക്ക് അറിയാം ബാലചന്ദ്രൻ എങ്ങോട്ടാണ് പോണേന്നും എന്തിനാണ് എന്നുള്ളതൊക്കെ അറിയാം. അങ്ങനെ മക്കളടുത്തൊക്കെ യാത്ര പറയണ നമ്മുടെ ബാലചന്ദ്രൻ. അപ്പോ ബാലചന്ദ്രൻ പോകുന്ന ഈ ദിവസം നമ്മുടെ അലീന ഒരു പ്ലാൻ ഇടാണ് എറണാകുളം വരെ ഒന്ന് പോവാന്ന്. കാരണം വേറെങ്ങുമല്ല, നമ്മുടെ രേവതി കുട്ടിയുടെ വീട്ടില് നമ്മുടെ മാമച്ചിന്റെയും ഗ്രേസമ്മയുടെയും വീട്ടിലോട്ടൊക്കെ ഒരു പോവാം, ഒരു ട്രിപ്പ് ആയിക്കോട്ടെ. അപ്പോ നമ്മുടെ ബബിത ചോദിക്കുന്നുണ്ട്, അല്ല അലീന ചേച്ചി, നമുക്ക് എത്ര ദിവസത്തെ ഡ്രസ്സ് എടുക്കണം? ഒരു 2 ദിവസത്തെ ഡ്രസ്സ് എടുത്തോളാം എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടോ. അപ്പൊ കൃഷ്ണമോള് ചോദിച്ചു, അയ്യോ 2 ദിവസമേ ഉള്ളോ, ഒരു 3 ദിവസത്തെ ഡ്രസ്സൊക്കെ എടുക്കാം അലീന ചേച്ചി എന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, വീടേ അങ്ങനെ അടച്ച് പൂട്ടിയിട്ടിട്ട് പോയാൽ ശരിയാവത്തില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ 2-3 ദിവസത്തെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവര് യാത്ര പോകാനായിട്ടൊക്കെ തയ്യാറാവേണം കേട്ടോ. അപ്പൊ ഈ സമയം നമ്മുടെ ബാലചന്ദ്ര അലീനയുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ, എന്റെ മക്കളെ ഞാൻ ഇന്ന് വരെ ഒറ്റയ്ക്ക്, അതായത് ഞാനോ വൈജിയൊന്നും ഇല്ലാണ്ട് അവരെ ദൂരെ ഒന്നും അങ്ങനെ വിട്ടിട്ടില്ല. അപ്പൊ എന്റെ മക്കളെ 3 പേരെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയാം. അപ്പൊ അലീന പറയും, അതെ, എന്റെ സഹോദരങ്ങളെ നോക്കാൻ എനിക്കറിയാം, അച്ഛന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തോണം, മനസ്സിലായല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പണ്ട് ഇതുപോലെ പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള കോലം ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ഒന്നും വരേണ്ട, മര്യാദയ്ക്ക് വന്നോണം. അപ്പൊ ബാലേന്ദ്രൻ ചോദിച്ചു, ഈ ഡ്രസ്സ് അപ്പൊ 3 ദിവസം മാറ്റേണ്ടെന്ന് ചോദിക്കുക. അതെ, വലിയ തമാശയൊന്നും വേണ്ട, ഞാനുള്ള കാര്യം പറഞ്ഞത്. കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കണം, മരുന്ന് കഴിക്കണം, എല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കോണം, ഇവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയണം. അങ്ങനെ ബാലചന്ദ്രൻ നമ്മുടെ ഗോവർദ്ധനുമായിട്ട് വണ്ടിയിൽ നീലഗിരിക്കുള്ള യാത്ര തുടങ്ങി. ആ സമയത്ത് നമ്മുടെ അലീനയും അതുപോലെ നമ്മുടെ രോഹിത്തും ബബിതയും കൃഷ്ണമോളും അങ്ങോട്ടേക്ക് പോകാനുള്ള ആ ഒരു സന്തോഷത്തിൽ അവര് അതൊക്കെ തയ്യാറായിട്ട് വരണം. അപ്പൊ ഈ സമയത്ത് നമ്മുടെ മനു കൈതക്കല് കമലയുടെ, അതായത് തന്റെ അമ്മ പ്രതിഷേധത്തിലാണ്. അപ്പൊ ഇനി കുറച്ചു ദിവസത്തേക്ക് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ തീരുമാനം അറിയണം. അങ്ങനെ മനു നേരെ നമ്മുടെ കമലയുടെ റൂമിലോട്ട് ചെല്ലണം. അല്ല അമ്മ, എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെ, എനിക്ക് ഇവിടെ ആർക്കും വെച്ച് വിളമ്പി കൊടുക്കാൻ പറ്റില്ല, നിനക്കൊക്കെ തിന്നിട്ട് എഴുന്നേറ്റ് അങ്ങ് പോയാൽ മതിയല്ലോ. ഒരു കിച്ചണിൽ പോലും ഒരാൾ കയറി ഒരു സഹായം ചെയ്തേയില്ല. അവനൊക്കെ തിന്നിട്ട് പോണ പ്ലേറ്റ് തൊട്ട് കഴുകി വെക്കാനേ ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല, വേണമെങ്കിൽ നീ വേലക്കാരിയെ നിർത്തിക്കോ, അല്ലെങ്കിൽ നീ പുറത്തു പോയി കഴിച്ചോളാൻ പറയും. ഓ ശരി, ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല, അമ്മയുടെ കാര്യങ്ങൾ എന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനു റൂമിൽ നീങ്ങി പോകട്ടോ. അപ്പോഴേക്കും നമ്മുടെ രഞ്ജു വരുന്നുണ്ട്. അല്ല മനുവേട്ടാ, ഇന്ന് നമ്മൾ മിക്കവാറും പട്ടിണിയായിരിക്കും, കാരണം ഒന്നും കിച്ചണിൽ കഴിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ മനു പറഞ്ഞേ, അമ്മ നിരാഹാരത്തിലാ, എത്ര ദിവസത്തേക്കാന്നും അറിയില്ല, മിക്കവാറും പൈജാൻറ്റി ഇവിടെ നിന്ന് മടങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള പ്രതിഷേധം ആവാനാണ് സാധ്യത എന്നിങ്ങനെ നമ്മുടെ രഞ്ജുവും മനുവും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം രഞ്ജു പറഞ്ഞു, അതെ മനുവായിട്ട് ഫുഡ് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ എനിക്കും കൂടെ വാങ്ങിച്ചോ, ഹോസ്റ്റലിലെ ഫുഡ് കഴിച്ച് മടുത്തിട്ടാണ് വീട്ടിലോട്ട് പറഞ്ഞത്, എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ല, മനുവേട്ടൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വരണമെന്ന് പറയാണ് കേട്ടോ. ശരി ശരി, ഞാൻ വാങ്ങിച്ചോണ്ട് വന്നോളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മനു നേരെ നമ്മുടെ അലീനെ വിളിക്കാണ്, വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ. അങ്ങനെ മനു അലീനെ വിളിക്കുമ്പോഴത്തേക്ക് അലീന പറയണ, എന്തൊക്കെയുണ്ട് മനുവേട്ട വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കണ. അതെ, ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാണ് മനുവേട്ട. അപ്പൊ ചോദിക്കും, എങ്ങോട്ടാടി അലീന, പറഞ്ഞില്ലല്ലോ നീ? അതെ, ഞങ്ങള് രേവതി കുട്ടിയുടെ വീട്ടിലോട്ട് പോവാ. അതെന്താ ഇന്ന് പെട്ടെന്ന് പ്രത്യേകിച്ച്? അതല്ല, അച്ഛൻ ജസ്റ്റ് ഒരു ബിസിനസ് ടൂറൊക്കെ ആയിട്ട് പോവാണ്, അപ്പൊ ഞങ്ങള് 2 ദിവസം അവിടെ പോയി നിക്കാം എന്നുള്ള ഒരു പ്ലാനിലൊക്കെ പോവാണെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ ഒന്ന് നിനക്ക് എന്റെ അടുത്തും കൂടെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? അതെ, മനുവായിട്ടും വരണ്ട, എന്തായാലും രോഹി ഉണ്ടല്ലോ, ഞങ്ങൾ പോയിട്ട് വന്നേക്കാം. ഓ, ഇപ്പൊ നമ്മളൊക്കെ ഔട്ടാണല്ലോ, പുതിയ ആൾക്കാരും അനുജനും അനിയത്തിമാരൊക്കെ കിട്ടിയപ്പോ നമ്മൾ ആരും അല്ലാണ്ടായി എന്ന രീതിയിലൊക്കെ മനു പറഞ്ഞ് ആ ഒരു വിശേഷങ്ങളൊക്കെ പങ്കിട്ടിട്ട് അവര് ഫോൺ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അലീന പോവാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയി. അവര് ഡ്രസ്സൊക്കെ എടുത്തു, കാറിലോട്ടെല്ലാം വെച്ച് അവര് യാത്ര തുടരുകയാണ്. ഇതേ സമയം നമ്മുടെ രേവതി കുട്ടിക്ക് ഭയങ്കര ത്രില്ലാണ്, കാരണം അലീന ചേച്ചി പറഞ്ഞു. അത് മാത്രമല്ല, അതിന്റെ ഒപ്പം രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ വരെയാണ്. അപ്പൊ അതിന്റെ ഒരു ത്രില്ലാണ്. അപ്പൊ നമ്മുടെ ഗ്രേസമ്മയും മാമച്ചനും നോക്കാൻ കേട്ടോ, നേരം വെളുത്തപ്പം തൊട്ട് വൃത്തിയാക്കലും ഫുഡ് ഉണ്ടാക്കലും ഒക്കെയാണ്, ഭയങ്കര ബഹളമാണ്. പക്ഷെ ഗ്രേസമ്മയ്ക്കും മാമച്ചനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അവരെ വീട്ടിൽ ആരും ഇല്ലല്ലോ, മക്കളോ ആരും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഇതുപോലെ കുട്ടികളൊക്കെ ഒന്ന് വരുന്നതും അവരൊത്തുകൂടുന്നതും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഗ്രേസമ്മ നമ്മുടെ രേവതി കുട്ടി കേൾക്കാനായിട്ട് പറയുന്നുണ്ട്, ഓ ഇനിയിപ്പം അലീനയും അവരുടെ അനിയത്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും ഇല്ല മാമച്ച എന്നിങ്ങനെ ഗ്രേസമ്മ പറയണ്. അപ്പൊ രേവതി കുട്ടി ഒന്ന് തുറിച്ച് നോക്കണുണ്ട് കേട്ടോ. അപ്പൊ മാമച്ചനും അതനുസരിച്ച് മോളാണ്, ശരിയാന്ന്. അപ്പൊ ആ സമയത്ത് നമ്മുടെ രേവതി കുട്ടി വന്നിട്ട് 2 പേരെയും കൂടെ നടുക്ക് കയറി ഇരുന്നിട്ട് പറയും കേട്ടോ, അതെ ഇനിയിപ്പൊ ഈ ലോകത്ത് ആരും ഇനി പൊട്ടിപ്പുറപ്പെട്ട് വന്നു എന്ന് പറഞ്ഞാലും ഈ രേവതി കുട്ടിക്ക് എന്റെ ഗ്രേസമ്മയും എന്റെ മാമച്ചനും മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരെ കുറച്ച് പുന്നാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം നാളെ വരുന്ന എപ്പിസോഡിൽ ഇതൊക്കെയാണ് ഇൻട്രോ ആയിട്ട് വരുന്നത്. അപ്പൊ നാളെ ഞാൻ എന്തായാലും
എന്തായാലും ഒരു ഫുൾ വിശേഷമൊക്കെ ഇടാൻ നോക്കാട്ടോ. എനിക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഫുൾ വിശേഷം ഒരു 4-5 ദിവസമായിട്ട് ബ്രേക്ക് ആണ്. അപ്പൊ എന്തായാലും നാളെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കാട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറയുന്നു. അതോടൊപ്പം തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് അലീന പോകുന്ന സീനും അതുപോലെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ തിരിച്ചു വരുമ്പോൾ സ്റ്റാൻലിയെ കാണുന്നുണ്ട്, കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചും അലീന മകളാണെന്നുള്ള കാര്യം ഇവിടെ ഉണ്ടെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാൻലിയെ അറിയിക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിന്റെ ചെറിയ ചെറിയ പ്രൊമോ ഇൻട്രോ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത നെക്സ്റ്റ് വീക്കിൽ നല്ല അടിപൊളി ത്രില്ലിംഗ് ഓരോ എപ്പിസോഡും ആയിരിക്കും കേട്ടോ. എല്ലാ ദിവസവും പിറ്റന്നത്തെ എപ്പിസോഡ് ഞാൻ ഒരു 9:30-ക്കുള്ളിൽ തന്നെ ഇടുന്നതാണ്. അപ്പൊ നമ്മുടെ സാന്ത്വനം 2 എല്ലാവരും കാണുക, കണ്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് വരാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമന്റ് ബോക്സ് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അപ്പൊ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.